പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ജനപ്രീതിയുള്ള ആഗോള ജനാധിപത്യ നേതാവ്. US ഡാറ്റ അനലിസ്റ്റ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ ആഗോള സർവേയിലാണിത്. മോദിക്ക് സർവേയിൽ 68% റേറ്റിംഗ് ലഭിച്ചു. സർവേയിൽ പങ്കെടുത്ത 26% പേർ മാത്രമാണ് മോദിയുടെ നേതൃത്വത്തെ എതിർത്തത്. 6% പേർ അഭിപ്രായം പ്രകടിപ്പിച്ചില്ല. ഈ മാസം 2-നും 8-നും ഇടയിലാണ് ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് ട്രാക്കർ എന്ന സർവേ നടത്തിയത്. 62% വീതം റേറ്റിംഗ് ലഭിച്ച സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങും 2-ാം സ്ഥാനത്തെത്തി. ആൻഡ്രസ് ബാബിസ് ചെക്ക് റിപ്പബ്ലിക് 57%, ജാവിയർ മിലെ അർജന്റീന 56%, സനെ തകായിച്ചി ജപ്പാൻ 56%, മാർക്ക് കാർണി കാനഡ 55% എന്നിവരാണ് ജനപ്രീതിയുള്ള മറ്റ് നേതാക്കൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 39%, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ 24%, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 17% തുടങ്ങിയ പ്രമുഖർ പിന്നിലാണ്. അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ 100 ദശലക്ഷം അതായത് 10 കോടി ഫോളോവേഴ്സ് നേടുന്ന ലോകത്തിലെ ആദ്യ ഭരണാധികാരിയായി നരേന്ദ്രമോദി മാറിയിരുന്നു. ആഗോള രാഷ്ട്രീയ രംഗത്ത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എത്രത്തോളം ഉയർന്നിരിക്കുകയാണ് എന്നതിന് ശക്തമായ തെളിവാണ് മോദിയുടെ ഈ നേട്ടം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള മറ്റ് ലോക നേതാക്കളെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം ഫോളോവേഴ്സാണ് മോദിക്കുള്ളത്. നിലവിൽ ട്രംപിന് 43.2 ദശലക്ഷം ഫോളോവേഴ്സാണുള്ളത്. ഈ കണക്കുകൾ മാത്രം നോക്കിയാൽ സോഷ്യൽ മീഡിയ സ്വാധീനത്തിൽ മോദി എത്ര മുന്നിലാണ് എന്നത് വ്യക്തമാണ്. ഇൻസ്റ്റഗ്രാമിന് പുറമെ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും മോദിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. ഫേസ്ബുക്കിൽ 54 ദശലക്ഷം പേരും, എക്സ് പ്ലാറ്റ്ഫോമിൽ 106 ദശലക്ഷം പേരും, യൂട്യൂബിൽ 29 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സും അദ്ദേഹത്തെ പിന്തുടരുന്നു. വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരേപോലെ ശക്തമായ സ്വാധീനം നിലനിർത്തുന്ന അപൂർവ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് മോദി. മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റഗ്രാമിൽ 2014-ലാണ് അദ്ദേഹം ഔദ്യോഗിക അക്കൗണ്ട് ആരംഭിച്ചത്. ഇതുവരെ 1205-ലധികം പോസ്റ്റുകളാണ് പങ്കുവച്ചിട്ടുള്ളത്. വിദേശ രാഷ്ട്രത്തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചകൾ, അന്താരാഷ്ട്ര സന്ദർശനങ്ങൾ, പൊതുപരിപാടികൾ, ഭരണ നടപടികളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ എന്നിവയാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടുതലായി പങ്കുവച്ചിട്ടുള്ളത്. ചിത്രങ്ങളോടൊപ്പം റീലുകളും വീഡിയോകളും ഉൾപ്പെടുത്തി യുവജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഉള്ളടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മോദി ആരെയും ഫോളോ ചെയ്യുന്നില്ല എന്നതാണ്. വ്യക്തിഗത പിന്തുടർച്ചകളില്ലാതെ തന്നെ സ്വന്തം സന്ദേശങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആശയവിനിമയ രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എണ്ണത്തിൽ 2-ാം സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് ആണ്. 3-ാം സ്ഥാനത്ത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാത്തോ 15 ദശലക്ഷം ഉണ്ട്. തുടർന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുല ദ സിൽവ 14.4 ദശലക്ഷം, തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ 11.6 ദശലക്ഷം എന്നിവരും പട്ടികയിൽ ഉൾപ്പെടുന്നു. ഈ 5 നേതാക്കളുടെയും ആകെ ഫോളോവേഴ്സ് എണ്ണത്തെക്കാൾ കൂടുതലാണ് നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാം പിന്തുടർച്ച എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ മറ്റു നേതാക്കളുമായി താരതമ്യം ചെയ്താലും മോദിയുടെ മുന്നേറ്റം വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് 12.6 ദശലക്ഷം ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിലുള്ളത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് 16.1 ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് 4.9 ലക്ഷം ഫോളോവേഴ്സും, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് 1.9 ദശലക്ഷം ഫോളോവേഴ്സുമാണ് ഉള്ളത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് 1.8 ദശലക്ഷം ഫോളോവേഴ്സുമായി പട്ടികയിൽ പിന്നിലാണ്. സോഷ്യൽ മീഡിയയിലെ ഈ വൻ ജനപ്രീതിക്കൊപ്പം തന്നെ ആഗോളതലത്തിലുള്ള അംഗീകാര നിരക്കിലും മോദി മുന്നിലാണ്. സ്റ്റാറ്റിസ്റ്റയുടെ കണക്കുകൾ പ്രകാരം 70% അംഗീകാര നിരക്കോടെ ലോക നേതാക്കളിൽ 1-ാം സ്ഥാനത്ത് നരേന്ദ്രമോദി തുടരുന്നു. ഡിജിറ്റൽ ലോകത്തും അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദികളിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന നേതാവെന്ന നിലയിൽ മോദി വീണ്ടും ചരിത്രത്തിൽ ഇടം നേടുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.